ഹലോ എവ്രി വൺ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലേ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കാണുന്നു എന്നുള്ള മെത്തേഡായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചും ഒക്കെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്ന മെത്തേഡ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനുള്ളൊരു പുതിയ മെത്തേഡ്, കൺവല്യൂഷൻ തിയറം. ഈ ഒരു തിയറം യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നതെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം കോൺവല്യൂഷൻ എന്താണെന്ന് നോക്കാം. ദ കോൺവല്യൂഷൻ ഓഫ് ടു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ഈസ് ഡിനോട്ടഡ് ബൈ എഫ് സ്റ്റാർ ജി ഓഫ് ടി. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ കോൺവല്യൂഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് സ്റ്റാർ ജി ആണ്. എഫ് സ്റ്റാർ ജി ഓഫ് ടി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻ്റഗ്രൽ ഫ്രം 0 to t എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും രണ്ട് ഫംഗ്ഷൻ, അതിൻ്റെ കോൺവല്യൂഷൻ കാണാൻ ആദ്യം എഫ് ഓഫ് ടിക്ക് ടി ഉള്ളിടത്ത് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് യു കിട്ടും. ജി ഓഫ് ടിയിൽ ടി ഉള്ളിടത്ത് ടി മൈനസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ജി ഓഫ് ടി മൈനസ് യുവും കിട്ടും. അത് രണ്ടും കൂടെ പ്രോഡക്റ്റ് എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു കാണുക. അതിനെ വിത്ത് റെസ്പെക്ട് ടു യുയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു യു ആൻഡ് ദ ലിമിറ്റ്സ് ആർ ഫ്രം 0 to t. ഓക്കെ, ഇൻ്റഗ്രൽ ഫ്രം 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു. ഈ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറയുന്നത്. അപ്പോൾ കൺവല്യൂഷൻ തിയറം എന്താണെന്ന് നോക്കാം. അതായത് ഈ തിയറം, ഈ ഒരു കൺവല്യൂഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നതെന്ന്. കൺവല്യൂഷൻ തിയറം പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി ക്യാപിറ്റൽ ജി ഓഫ് എസും ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി ആയിരിക്കും. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇൻവേഴ്സ് എങ്ങനെ പറയാം? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്, അതിൻ്റെ എൽ ഇൻവേഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? എഫ് സ്റ്റാർ ജി കണ്ടാൽ മതി. കാരണം എഫ് സ്റ്റാർ ജിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസിൻ്റെ എൽ ഇൻവേഴ്സ് എഫ് സ്റ്റാർ ജി ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എസ്സിലുള്ള രണ്ട് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ് തന്നാൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെയും ക്യാപിറ്റൽ ജി ഓഫ് എസിൻ്റെയും ലാപ്ലേസ് ഇൻവേഴ്സ് കാണുക. സ്മോൾ എഫ് ഓഫ് ടിയും സ്മോൾ ജി ഓഫ് ടിയും കിട്ടും. അതിൻ്റെ സ്റ്റാർ കോൺവല്യൂഷൻ, അതായത് ഇൻ്റഗ്രൽ ഫ്രം 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു കാണാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ഫോം കിട്ടും. അപ്പോൾ ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ കോൺവല്യൂഷൻ എന്നുള്ള ഐഡിയ കുറച്ച് ക്ലിയർ ആവാൻ, ആ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവാൻ വേണ്ടി കോൺവല്യൂഷനിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് 1 സ്റ്റാർ മൈനസ് 1. അപ്പോൾ ഇവിടെ 1 സ്റ്റാർ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്, ജി ഓഫ് ടി എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ രണ്ടും കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ എഫ് ഓഫ് ടി 1 ആയാൽ എഫ് ഓഫ് യു എന്താണ്? അതും 1 തന്നെയാണ്. അതുപോലെ ജി ഓഫ് ടി -1 ആണ്. അതുകൊണ്ട് ജി ഓഫ് ടി മൈനസ് യുവും -1 ആണ്. കാരണം കോൺസ്റ്റൻറ്റുകളാണ് ഫങ്ഷൻസ് അല്ലേ, അതല്ലാതെ അവിടെ ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലല്ലോ. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് 1, ജി ഓഫ് ടിയും ജി ഓഫ് ടി -1. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റാർ എടുത്താൽ എഫ് സ്റ്റാർ ജി എന്ന് പറയുമ്പോൾ 1 സ്റ്റാർ -1. ഇൻ്റഗ്രൽ ഫ്രം 0 to t എഫ് ഓഫ് യു എന്ന് പറഞ്ഞത് 1 ആണ്, ജി ഓഫ് ടി മൈനസ് യു എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to t -1 ഡി യു എന്ന് വരും. ഓക്കെ, -1 ഡി യു എന്ന് പറയുമ്പോൾ മൈനസ് ഡി യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത യു വരും. അതിൻ്റെ ലിമിറ്റ് 0 to t. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് ടി, ദെൻ മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, അത് കൊടുത്താൽ 0 ആയിപ്പോവും. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് -t. അപ്പോൾ എഫ് സ്റ്റാർ ജിയുടെ വാല്യൂ -t എന്ന് കിട്ടി. ഇവിടെ എഫും ജിയും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് കിട്ടി. ഇനി അങ്ങനെ അല്ലാത്ത 1-2 എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് e raised to -t star e raised to t.
അതായത് ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ടി ആണ്, ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ടിയും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ആണ്. അപ്പോൾ എഫ് ഓഫ് യു എന്തായിരിക്കും? ടി ഉള്ളിടത്ത് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇ റേസ് ടു മൈനസ് യു. അതുപോലെ ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ടി ആണ്. സോ ജി ഓഫ് ടി മൈനസ് യു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി മൈനസ് യു. ഓക്കെ, ഇനി കൺവല്യൂഷൻ കാണാമല്ലോ. കൺവല്യൂഷൻ കാണുമ്പോൾ എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു എന്ന് പറയുമ്പോൾ എഫ് ഓഫ് യു എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് യു ആണ്. ജി ഓഫ് ടി മൈനസ് യു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി മൈനസ് യു. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇൻ്റഗ്രേഷൻ അവിടെ കിടക്കട്ടെ, 0 ടു ടി. ദെൻ ഇ റേസ് ടു മൈനസ് യുയും ഇ റേസ് ടു ടി മൈനസ് യുവും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇ റേസ് ടു ടി മൈനസ് 2u എന്ന് വരും. അല്ല, ഇവിടെ ഒരു മൈനസ് യു ഉണ്ട്, ഇവിടെ ഒരു മൈനസ് യു ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2u എന്ന് വരും. ഇ റേസ് ടു ടി മൈനസ് 2u du. വിത്ത് റെസ്പെക്ട് ടു യുയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ്പൊണൻഷ്യൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇ റേസ് ടു ടി മൈനസ് 2uനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു ടി മൈനസ് 2u. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു യുയിലാണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യുവിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ -2 ആണ്. സോ ഡിവൈഡഡ് ബൈ -2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു ടി മൈനസ് 2u ബൈ -2 എന്ന് വരും. അതിൻ്റെ ലിമിറ്റ് 0 ടു ടി. അപ്പോൾ യുവിന് ആദ്യം അപ്പർ ലിമിറ്റ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 ബൈ -2 കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കുക. അപ്പർ ലിമിറ്റ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ റേസ് ടു ടി മൈനസ് 2t എന്ന് വരും. ഇ റേസ് ടു മൈനസ് ടി മൈനസ് ദെൻ ലോവർ ലിമിറ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ റേസ് ടു ടി വരും. സോ 1 ബൈ -2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു ടി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -2 ഉള്ളിലേക്ക് എടുത്താൽ ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ 2. അപ്പോൾ ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇത് സൈൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്, അല്ലെ? സൈൻ എച്ച് ടി ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഈക്വൽ ടു സൈൻ എച്ച് ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോൺവല്യൂഷൻ കാണാം. തേർഡ് എക്സാമ്പിൾ നോക്കൂ. ഫൈൻഡ് കോസ് ഒമേഗ ടി സ്റ്റാർ 1. കോസ് ഒമേഗ ടി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി. അതുപോലെ ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ കോസ് ഒമേഗ ടി സ്റ്റാർ 1 എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു ടി കോസ് ഒമേഗ ടി ആണ് എഫ് ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ യു ഇൻറ്റു ജി ഓഫ് ടി 1 ആണ്. അതുകൊണ്ട് തന്നെ ജി ഓഫ് ടി മൈനസ് യു എന്ന് പറഞ്ഞാലും 1 തന്നെ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണല്ലോ. സോ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ടി കോസ് ഒമേഗ യു ഡി യു എന്ന് മാത്രം വരും. കോസ് ഒമേഗ യുവിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ യു ബൈ ഒമേഗ ആൻഡ് ദ ലിമിറ്റ്സ് ആർ ഫ്രം 0 ടു ടി. അപ്പോൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ ഒമേഗ ടി എന്ന് വരും മൈനസ് ലോവർ ലിമിറ്റ് 0, സൈൻ 0യുടെ വാല്യൂ 0 ആണ്. സോ യു വിൽ ഗെറ്റ് സൈൻ ഒമേഗ ടി ബൈ ഒമേഗ. ഓക്കെ, we can go to fourth one. Find t star e raised to minus t. അതായത് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്. ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ടി ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്തായി? യു. ജി ഓഫ് ടി മൈനസ് യു എന്ന് പറയുമ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് ടി മൈനസ് യു എന്ന് വരും. ഓക്കെ, സോ ടി സ്റ്റാർ ഇ റേസ് ടു മൈനസ് ടി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ടി യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി മൈനസ് യു ഡി യു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഡക്റ്റ് റൂള്, അല്ലേ? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഫോമുലയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ യു ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് ടി മൈനസ് യു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി മൈനസ് യു. അതിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് ടി മൈനസ് യു തന്നെയാണ്. അതുപോലെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു യുയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. യുവിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. ഒരു മൈനസ് പുറത്തും പിന്നെ യുവിൻ്റെ കൂടെ വേറൊരു മൈനസും ഉണ്ട്. അപ്പോൾ പ്ലസ് ആയി. അപ്പോൾ +1 ആണ് കോൺസ്റ്റൻറ്റ് വരിക. അപ്പോൾ യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി മൈനസ് യു എന്ന് തന്നെ വരും. ദെൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് എന്ന് പറയുമ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ദെൻ ഇ റേസ് ടു മൈനസ് ടി മൈനസ് യുവിൻ്റെ ഇൻ്റഗ്രൽ വീണ്ടും ഒരു തവണ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും സെയിം വാല്യൂ ഇ റേസ് ടു
മൈനസ് ടി മൈനസ് യു എന്ന് തന്നെ വരും അല്ലേ. സോ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് ടി കൊടുത്താൽ ടി ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് ടി എന്ന് പറഞ്ഞാൽ 0. സോ ടി ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് പറയുമ്പോൾ ടി തന്നെ വരും അല്ലേ. അപ്പോൾ ആദ്യത്തെ ടേം ടി, ദെൻ മൈനസ് സെക്കൻഡ് ടേമിൽ ഇ റേസ് ടു ടി മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി മൈനസ് ടി എന്ന് തന്നെ വരും, വിച്ച് ഇസ് 0. സോ ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ആദ്യത്തെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് വരും. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 എന്ന് കൊടുത്താൽ യുവിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യത്തെ ക്വാണ്ടിറ്റിയിൽ യു വരുന്നതുകൊണ്ട് അത് 0 ആയി. ദെൻ മൈനസ് ലോവർ ഈ ഒരു സെക്കൻഡിൽ ഇ റേസ് ടു മൈനസ് ടി മൈനസ് യുവിൽ 0 കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ടി അല്ലേ, മൈനസ് ടി മൈനസ് 0 എന്നാണ് വരിക. അപ്പോൾ മൈനസ് ടി എന്ന് വരും. സോ ടി മൈനസ് 1 പിന്നെ മൈനസ് മൈനസ് പ്ലസ് ആയി, പ്ലസ് ഇ റേസ് ടു മൈനസ് ടി. സോ ടി മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ടി എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കോൺവല്യൂഷൻ കാണുന്നത്. ഓക്കെ, എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി മൈനസ് എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഫ്രം ദ ലിമിറ്റ് 0 ടു ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കൺവല്യൂഷൻ കാണാം. കൺവല്യൂഷൻ കാണാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്, അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഈ ഒരു കൺവല്യൂഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നതെന്നാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s - a ഇൻറ്റു എസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഇൻവേഴ്സ് കാണാനുള്ള ഫംഗ്ഷൻ നോക്കുക. 1/s - a ഇൻറ്റു എസ് എന്ന് പറഞ്ഞത് എസ്സിലുള്ള രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ രണ്ടായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1/s - a ആയിട്ടും ജി ഓഫ് എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറയുന്നത് 1/s ആയിട്ടും. അപ്പോൾ ആ രണ്ട് എഫ് ഓഫ് എസിൻ്റെയും ജി ഓഫ് എസിൻ്റെയും പ്രോഡക്റ്റിൻ്റെ എൽ ഇൻവേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1/s - a ആണ്, ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറയുന്നത് 1/s ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അറിയാം അല്ലേ. എന്താണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ എൽ ഇൻവേഴ്സ് വരുന്നത്, അതായത് സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. അതായത് 1/s - a ലാപ്ലേസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം നമുക്ക് ആ ടേബിളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 1/s - a എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടിയുടെ എൽ ഇൻവേഴ്സ് ആണ് അല്ലേ. ഇ റേസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1/s - a. അപ്പോൾ 1/s - a എൽ ഇൻവേഴ്സ് ഇ റേസ് ടു എ ടി. അതുപോലെ 1/s എന്ന് പറയുന്നത് 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ ആണോ? ആദ്യം നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസും ക്യാപിറ്റൽ ജി ഓഫ് എസും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ആണ്, സ്മോൾ ജി ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് എന്ത് പറയാം, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസിൻ്റെ എൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെയും ജി ഓഫ് ടിയുടെയും കൺവല്യൂഷൻ എഫ് സ്റ്റാർ ജി ആയിരിക്കും. ഓക്കെ, സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s - a ഇൻറ്റു എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫ്രം 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ആയിരിക്കും അല്ലേ, ബൈ കൺവല്യൂഷൻ തിയറം. അപ്പോൾ എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ആണ്. അപ്പോൾ എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ യു ഇൻറ്റു ജി ഓഫ് ടി 1 ആണ്. അതുകൊണ്ട് തന്നെ ജി ഓഫ് ടി മൈനസ് യു എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ടി ഇ റേസ് ടു എ യു ഡി യു. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു യുയിൽ ഇ റേസ് ടു എ യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു എ യു ബൈ എ എന്ന് വരും, ലിമിറ്റ് 0 ടു ടി. അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇ റേസ് ടു എ ടി ബൈ എ എന്ന് വരും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇ റേസ് ടു 0 വിച്ച് ഇസ് 1. അപ്പോൾ ഇ റേസ് ടു എ ടി മൈനസ് 1 ബൈ എ. ഇതാണ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s - a ഇൻറ്റു എസ്. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ടും ചെയ്യാം. കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s + 1 ഇൻറ്റു s - 4.
അപ്പോൾ ഇവിടെ 1/s+1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും 1/s-4 എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷനും, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റിൻ്റെ എൽ ഇൻവേഴ്സ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ f(s) എന്ന് പറയുന്നത് 1/s+1 എടുക്കാം, ക്യാപിറ്റൽ g(s) എന്ന് പറയുന്നത് 1/s-4 എടുക്കാം. അപ്പോൾ എന്തായിരിക്കും സ്മോൾ f(t) വരിക, അതായത് ക്യാപിറ്റൽ f(s)ൻ്റെ എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1. നമുക്കറിയാലോ 1/s-aയുടേത് e⁻at ആണ്. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ e⁻t. അതുപോലെ 1/s-4 എന്ന് പറയുമ്പോൾ e⁻4t അല്ലേ. അപ്പോൾ e⁻t എന്ന് പറയുന്നത് f(t)യും e⁻4t എന്ന് പറയുന്നത് g(t)യും. അപ്പോൾ നമ്മുടെ കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ f(s) ഇൻറ്റു ക്യാപിറ്റൽ g(s) എന്ന് പറയുന്നത് f⁻g ആണ്. അതായത് ഇൻ്റഗ്രൽ ഫ്രം 0 to t e⁻t e⁻u അല്ല, f(u) എന്ന് പറയുമ്പോൾ e⁻u ഇൻറ്റു g(t - u). g(t) എന്ന് പറയുന്നത് e⁻4t ആണ്. അപ്പം g(t - u) എന്ന് പറയുമ്പോൾ t ഉള്ളിടത്ത് t - u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ e⁻4 ഇൻറ്റു t എന്നുള്ളതിന് പകരം t - u എന്ന് വരും. അപ്പോൾ 4 ഇൻറ്റു t - u e⁻u ഇൻറ്റു e⁻4 ഇൻറ്റു t - u എന്ന് വരും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലോ e⁻4t ഉണ്ട്, അതുപോലെ -4uവും -uവും e⁻-5u. So you will get integral from 0 to t e⁻4t - 5u du. With respect to uയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ e⁻4t - 5uൻ്റെ ഇൻ്റഗ്രൽ e⁻4t - 5u ഡിവൈഡഡ് ബൈ യുവിൻ്റെ കോഎഫിഷ്യൻറ്റ് -5. സോ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ലിമിറ്റ്സ് 0 to t. അപ്പർ ലിമിറ്റ് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, e⁻4t - 5t എന്ന് പറഞ്ഞാൽ -t മൈനസ് ദെൻ ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ e⁻4t - 0 വിച്ച് ഇസ് e⁻4t ഡിവൈഡഡ് ബൈ -5 താഴെയുണ്ട്. ഓക്കെ, സോ e⁻t മൈനസ് e⁻4t ബൈ -5. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ f(s) ഇൻറ്റു ക്യാപിറ്റൽ g(s)ൻ്റെ എൽ ഇൻവേഴ്സ് കാണാം. You can see the next question. Find L inverse of 1/s² plus omega square the whole square. അപ്പോൾ ഇവിടെ 1/s² plus omega squareൻ്റെ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് എൽ ഇൻവേഴ്സ് കാണാനുള്ളത്. അപ്പോൾ രണ്ട് തവണ ഒരേ ഫംഗ്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. 1/s² plus omega square അതിനൊരു ഫംഗ്ഷൻ ക്യാപിറ്റൽ f(s) എന്ന് പറഞ്ഞാൽ 1/s² plus omega square കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപിറ്റൽ g(s)നും അത് തന്നെ കൊടുക്കാം, 1/s² plus omega square. എന്താണ് അതിൻ്റെ എൽ ഇൻവേഴ്സ് വരിക, സ്മോൾ f(t) എന്ന് പറഞ്ഞാൽ 1/s² plus omega squareൻ്റെ എൽ ഇൻവേഴ്സ് നമുക്കറിയാമല്ലോ. sin at ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു, a/s² plus a². അപ്പോൾ ഈ a ഇപ്പുറത്തോട്ടെടുത്താൽ sin at/a ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1/s² plus a². അപ്പോൾ ഇവിടെ a എല്ലാം ഒമേഗയാണ്, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 1/s² plus omega² എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് sin ωt/ω. ആ ടേബിളിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ω/s² plus omega² ആയിരുന്നെങ്കിലോ cos ωt എന്ന് വരും അല്ലേ. cos at ലാപ്ലേസ് ട്രാൻസ്ഫോം s/s² plus a² ആണ്. sin at a/s² plus a². അപ്പോൾ അത് വെച്ച് ആ ഒരു ടേബിളിൽ വെച്ച് നിങ്ങൾ ആ ടേബിൾ ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മൊത്തം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ 1/s² plus omega² ലാപ്ലേസ് ഇൻവേഴ്സ് sin ωt/ω. അതുപോലെ തന്നെ രണ്ടാമത്തതും സെയിം തന്നെ, സെയിം ഫംഗ്ഷൻ അല്ലേ, sin ωt/ω. അപ്പോൾ ആദ്യത്തെ f(t) എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് sin ωt/ω എടുത്തു. g(t)യും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് എൽ ഇൻവേഴ്സ് കാണാം. എൽ ഇൻവേഴ്സ് കാണുമ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 to t sin ωu/ω എന്ന് വരും അല്ലേ. f(t) എന്ന് പറയുന്നത് sin ωt/ω ആണ്. അപ്പോൾ ടിക്ക് പകരം u കൊടുക്കുക. അപ്പോൾ sin ωu/ω ഇൻറ്റു
പിന്നെ ജി ഓഫ് ടി മൈനസ് യു ആണ്. അപ്പോൾ അതിൽ ടി ഉള്ളിടത്ത് ടി മൈനസ് യു കൊടുക്കാം. ഓക്കെ, അപ്പോൾ സൈൻ ഒമേഗ ഇൻറ്റു ടി മൈനസ് യു ബൈ ഒമേഗ എന്ന് വരും. അപ്പോൾ നമുക്ക് താഴെ ഇവിടെ ഒമേഗ ഇൻറ്റു ഒമേഗ എന്ന് പറയുമ്പോൾ ഒമേഗ സ്ക്വയർ, അത് കോൺസ്റ്റൻ്റ് ആണ്, അത് ഇൻ്റഗ്രലിന് പുറത്തെടുക്കാം. പിന്നെ നമുക്ക് സൈൻ എ സൈൻ ബി എന്നുള്ള രീതിയിൽ വന്നാൽ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫോർമുല യൂസ് ചെയ്യണം. 2 സൈൻ എ സൈൻ ബി എന്തായിരുന്നു? കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി അല്ലേ. അപ്പോൾ ആ ഒരു ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സൈൻ ഒമേഗ യു സൈൻ ഒമേഗ ടി മൈനസ് ഒമേഗ യു, ആ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത് അല്ലേ. ഇവിടെ എ എന്ന് പറയുന്നിടത്ത് ഒമേഗ യു ആണ്, ബി എന്ന് പറയുന്നിടത്ത് ഒമേഗ ടി മൈനസ് ഒമേഗ യു അല്ല. ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഒമേഗ ടി മൈനസ് ഒമേഗ യു എന്നാണ് വരിക. അപ്പോൾ കോസ് എ മൈനസ് ബി, ആദ്യം കോസ് എ മൈനസ് ബി എന്ന് വരും. അപ്പോൾ കോസ് 2 ഒമേഗ യു മൈനസ് ഒമേഗ ടി, ദെൻ മൈനസ് കോസ് എ പ്ലസ് ബി. കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഒമേഗ യു ഒമേഗ യു പ്ലസ് ഒമേഗ ടി മൈനസ് ഒമേഗ യു എന്ന് വരും. അപ്പോൾ ഒമേഗ യു ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ ഒമേഗ ടി മാത്രം വരും. പിന്നെ ഒരു 1/2 ഉണ്ടാവും. ആ 1/2നെ നമ്മളിവിടെ പുറത്ത് കൊടുത്തു അല്ലേ. 2 സൈൻ എ സൈൻ ബിക്കാണ് നമ്മൾ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 ഇവിടെ 1/2 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ 1/2 ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 to t കോസ് ഒമേഗ യു മൈനസ് ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി ഡി യു. ക്ലിയർ ആണല്ലോ. അതിനുശേഷം നമുക്ക് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യത്തെ ഫംഗ്ഷൻ 1/2 ഒമേഗ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഈ കോസ് 2 ഒമേഗ യു മൈനസ് ഒമേഗ ടിയുടെ കോസിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ സൈന് വരും അല്ലേ. അപ്പോൾ സൈൻ 2 ഒമേഗ യു മൈനസ് ഒമേഗ ടി. പിന്നെ അതുപോലെ ഇവിടെ യുവിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ഒമേഗയാണ്. സോ ബൈ 2 ഒമേഗ. ഓക്കെ, മൈനസ് ഇനി അടുത്തത് നോക്കൂ. ഇവിടെ കോസ് ഒമേഗ ടി ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ശ്രദ്ധിക്കണം, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യുയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടേം ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ കോൺസ്റ്റൻറ്റിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു യു അങ്ങനെയാണ് വരിക. ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു യുയിലാണ്. അപ്പോൾ ഈ കോസ് ഒമേഗ ടിയെ വിത്ത് റെസ്പെക്ട് ടു യുയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു ഡി യു, ഡി യുവിൻ്റെ ഇൻ്റഗ്രൽ യു ആണ്. സോ യു ഇൻറ്റു കോസ് ഒമേഗ ടി അങ്ങനെയാണ് വരിക. അതിനുശേഷം നമുക്ക് ലിമിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 0 to t. അപ്പോൾ അപ്പർ ലിമിറ്റ് ആദ്യം യുവിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും? ആദ്യം 2 ഒമേഗ ടി മൈനസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ ഒമേഗ ടി സൈൻ ഒമേഗ ടി ബൈ 2 ഒമേഗ മൈനസ് അതുപോലെ ഇവിടെയും ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടി കോസ് ഒമേഗ ടി. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ യു ഇവിടെ 0 എന്ന് വരും അല്ലേ. 0 സൈൻ മൈനസ് ഒമേഗ ടി എന്നാണ് വരിക. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ ആ മൈനസ് പുറത്തെടുത്തു, പുറത്തുള്ള മൈനസ് ഇവിടെ വരുമ്പോൾ പ്ലസ് ആയി. സോ പ്ലസ് സൈൻ ഒമേഗ ടി ബൈ 2 ഒമേഗ. പിന്നെ 0 ഇവിടെ സെക്കൻഡ് ടേമിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. കാരണം യുവിന് 0 കൊടുത്താൽ 0 ഇൻറ്റു കോസ് ഒമേഗ ടി എന്നാണ് വരിക. സോ യു വിൽ ഗെറ്റ് സൈൻ ഒമേഗ ടി ബൈ 2 ഒമേഗ മൈനസ് ടി കോസ് ഒമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ടി ബൈ 2 ഒമേഗ. അപ്പോൾ ഈ ഒരു രണ്ട് ടേമും സെയിം ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ സൈൻ ഒമേഗ ടി ബൈ 2 ഒമേഗ അതുപോലെ സൈൻ ഒമേഗ ടി ബൈ 2 ഒമേഗ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ എന്ന് വരും അല്ലേ. ഹാഫ് അല്ലേ രണ്ടും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ എന്ന് വരും മൈനസ് ടി കോസ് ഒമേഗ ടി. ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലായിട്ട് എൽ ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കൂ. ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 18s by s square plus 36 the whole square. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ s square plus 36 the whole square ഉണ്ട്. അപ്പോൾ നമ്മൾ 18 കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. കാരണം നമുക്ക് അതിൻ്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്തെടുക്കാം. പിന്നെ s by s square plus 36ഉം പിന്നെ ഒരു
s²+36 ആണുള്ളത്. സ്ക്വയർ വരുന്നുണ്ട് ഡിനോമിനേറ്ററിൽ. അപ്പോൾ നമ്മളെങ്ങനെ എടുത്തു? ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് s/s²+36 ആൻഡ് ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറയുന്നത് 1/s²+36 എന്ന് എഴുതി. കാരണം 18 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമുക്ക് പുറത്തെടുക്കാമല്ലോ. അപ്പോൾ ഇനി ക്യാപിറ്റൽ എഫ് ഓഫ് എസും ക്യാപിറ്റൽ ജി ഓഫ് എസും കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കാണണം. സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് s/s²+36. 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ s/s²+6² എന്ന് പറയുമ്പോൾ അതിൻ്റെ എൽ ഇൻവേഴ്സ് എന്താണ്? cos 60. അതുപോലെ തന്നെ 1/s²+6² എൽ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ sin 60/6 എന്ന് വരും. അല്ലേ? ഇതൊക്കെ നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതാണ്. a/s²+a² ആണ് sin 80യുടെ എൽ ഇൻവേഴ്സ്. അപ്പോൾ 1/s²+a² എന്ന് പറയുമ്പോൾ sin 80/a എന്നാണ് വരിക. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s²+36 ഇസ് sin 60/6. ഇനി നമുക്ക് എൽ ഇൻവേഴ്സ് കാണാം. എൽ ഇൻവേഴ്സ് ഓഫ് 18s/s²+36 ദ ഹോൾ സ്ക്വയർ കാണുമ്പോൾ 18 കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ വരുന്നത് എന്താണ്? എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് cos 60 ആണ്. സോ എഫ് ഓഫ് യു എന്ന് പറയുമ്പോൾ cos 6u ഇൻറ്റു ജി ഓഫ് ടി എന്ന് പറയുന്നത് sin 60/6. സോ sin ജി ഓഫ് ടി മൈനസ് യു എന്ന് പറയുമ്പോൾ sin 6t മൈനസ് യു ബൈ sin 6 ഇൻറ്റു ടി മൈനസ് യു ബൈ 6. അപ്പോൾ നമുക്ക് 18ഉം ഈ 6ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 3 എന്ന് വരും. പിന്നെ ഇൻ്റഗ്രലിനകത്ത് വരുന്നത് cos 60 ഇൻറ്റു sin 6t മൈനസ് 6u du അല്ലേ? നമുക്കറിയാം sin a cos b 2 sin a cos b എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? sin a പ്ലസ് b പ്ലസ് sin a മൈനസ് b. അപ്പോൾ ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഇവിടെ sin 6t പ്ലസ് sin 6t മൈനസ് 12u എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ബൈ 2 ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ബൈ 2 ഇവിടെ എടുത്തെഴുതി 3/2 എന്ന് വരും. അതുപോലെ sin 60 പ്ലസ് sin 6t മൈനസ് 12u എന്നുള്ളതിന് ഇൻ്റഗ്രലിനകത്ത് വരും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു യുയിൽ. അപ്പോൾ ആദ്യത്തെ ടേം sin 60 ആണ്. sin 60യെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് വരുന്നത്? sin 60 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു യുയിലല്ലേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ sin 60 ഇൻറ്റു യു പ്ലസ് അടുത്തത് sin 60 മൈനസ് 12uവിനെ വിത്ത് റെസ്പെക്ട് ടു യുയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ആണ്. സോ മൈനസ് കോസ്. സോ മൈനസ് കോസ് 60 മൈനസ് 12u ബൈ യുവിൻ്റെ കോഎഫിഷ്യൻറ്റ് -12 ആണ് അല്ലേ? അപ്പോൾ മൈനസ് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. സോ cos 60 മൈനസ് 12u ബൈ 12. അതിൻ്റെ ലിമിറ്റ് 0 to t. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് 3/2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പർ ലിമിറ്റ് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ t ഇൻറ്റു sin 60 എന്ന് വരും. പ്ലസ് പിന്നെ ഇവിടെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യുവിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ sin 60 മൈനസ് 12t/12 എന്നാണ് വരിക. അതായത് sin cos ഓഫ് 60/12 അതായത് sin t/2 എന്നായിരിക്കും അല്ലേ? സോറി cos t/2. ദെൻ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആണ്. 0 കൊടുത്താൽ ഫസ്റ്റ് ടേം 0 ആയിട്ട് പോകും. കാരണം 0 ഇൻറ്റു sin 60 എന്നാണ് വരിക. ദെൻ പ്ലസ് 60 മൈനസ് 12u. യുവിന് 0 കൊടുക്കുമ്പോൾ 60/12 അതായത് cos t/12. അപ്പോൾ ആദ്യത്തെ cos t/2ഉം ഇപ്പോൾ വന്ന cos t/2ഉം കൂടെ മൈനസും പ്ലസും മൈനസും ആണ്, ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ബാക്കി വരുന്നത് t sin 60 മാത്രമായിരിക്കും. സോ 3/2 ഇൻറ്റു t sin 60 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ കാൽക്കുലേഷനൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കാണാം. ഇനി അതുപോലെ എൽ ഇൻവേഴ്സ് കാണാൻ കുറച്ച് പ്രോബ്ലംസ് കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്ത് എൽ ഇൻവേഴ്സ് കാണാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് തരുന്നുണ്ട്. അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബൈ.